നമുക്കിന്ന് ഇവിടുത്തെ പാർക്കിലുള്ള കുറച്ച് മരങ്ങളും കണ്ട് കുറച്ച് ജർമ്മൻ വാക്കുകളും പഠിക്കാം. ഈ കാണുന്നതാണ് വാൾനട്ടിന്റെ മരം. വാൾനട്ടിന് ജർമ്മനിൽ പറയുന്നത് നുസ്ബൗം എന്നാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ് ഒരുപാട് അടങ്ങിയിട്ടുള്ള നട്ടായതുകൊണ്ട് തന്നെ ഇത് ഇൻഫ്ലമേഷനെയും ഹാർട്ട് ഡിസീസിനുള്ള റിസ്കിനെയും കൺട്രോൾ ചെയ്യാൻ ഒരുപാട് സഹായിക്കും. അടുത്തൊരു മരമാണ് പിയറിന്റെ മരം. പിയറിന് ജർമ്മനിൽ പറയുന്നത് ബേണേ എന്നാണ്. ഇതിലുമുണ്ട് ഒരുപാട് വൈറ്റമിൻസും ഫൈബറും ഒക്കെ. വെയിറ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് പിയർ. ഇത് തൊലി കളയാതെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ പാർക്കിലാണെങ്കിൽ ഒരുപാട് മരങ്ങളുണ്ട്. അപ്പോൾ ഈ മരത്തിന് എന്താ ജർമ്മനിൽ പറയുന്നത്? മരത്തിന് പറയുന്നതാണ് ബൗം. അപ്പോൾ മരങ്ങൾക്ക് പറയുന്നതാണ് ബോയ്മേ എന്ന്. ഈ പാർക്കിൽ വരുന്ന ആരും വിശന്നിരിക്കേണ്ടി വരാറില്ല. അടുത്തൊരു മരമാണ് ആപ്പിളിന്റെ. ആപ്പിളിന് ജർമ്മനിയിൽ പറയുന്നത് ആപ്പിൾ എന്നാണ്. ഇത് ഗ്രീൻ ആപ്പിൾ ആട്ടോ. ഇതിന് കുറച്ച് പുളി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ ആപ്പിൾ പറിച്ച് അച്ചാറിടാൻ ഒരുപാട് ഇഷ്ടമാണ്. അച്ചാറും അതുപോലെ ഈ ആപ്പിൾ അധികം മൂക്കാത്തത് കിട്ടുകയാണെങ്കിൽ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ നല്ല രസമാട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ പാർക്കിലെ വേറൊരു കാഴ്ചയാണ് ഈ മണ്ണുള്ളൊരു ഭാഗം. ഇവിടുത്തെ പാർക്കിൽ കുട്ടികൾക്ക് മണ്ണിൽ കളിക്കാനായിട്ട് ഇങ്ങനൊരു മണ്ണുള്ളൊരു ഭാഗം ഉണ്ടാവും. അവിടെ ഒരു ഹാൻഡ് പമ്പും ഉണ്ടാവും. ഈ ഹാൻഡ് പമ്പിന് ജർമ്മനിൽ പറയുന്നത് ഹാൻഡ് പുമ്പേ എന്നാണ്. നമ്മളാണെങ്കിൽ കുട്ടികളെ മണ്ണിൽ കളിക്കാൻ തന്നെ സമ്മതിക്കില്ല അല്ലേ? പക്ഷെ ഇവിടെയുള്ള കുട്ടികളൊക്കെ മണ്ണിൽ കളിച്ച് തന്നെയാണ് വളരുന്നത്. ഇതാണ് ഇവിടുത്തെ ചെറിയൊരു പാർക്കിലെ കാഴ്ച. ഇതുപോലെ കാഴ്ചകൾ കാണാനും ഓരോ ജർമ്മൻ വാക്കുകൾ പഠിക്കാനും സ്റ്റേ ട്യൂൺഡ് വിത്ത് കളേഴ്സ് ഓഫ് ജർമ്മനി. അടുത്തൊരു വീഡിയോയുമായി കാണും വരേക്കും auf Wiedersehen. Tschüss.